എരുമത്തൊഴുത്തിൽ ക്ലാസ് നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അശുതോഷിനെ ആക്രമിക്കാനുള്ള കാരണം. അപ്പോൾ ക്ലാസ് നടന്നു, അവിടെ പോയി അതിൻ്റെ ചിത്രം പകർത്താൻ ശ്രമിച്ചതിനാണ് BJPയുടെ ഗുണ്ടകൾ അവരെ വളഞ്ഞിട്ട് ആക്രമിച്ചത്. എരുമത്തൊഴുത്തിനേക്കാൾ മോശമായ, അതായത് ഒരു ഓലപ്പുര, ആ ഓലപ്പുരയുടെ മുമ്പിലെ മുറ്റത്ത് കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. രാജസ്ഥാനിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും UP നിന്നുമൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഉച്ചഭക്ഷണം. അപ്പോൾ അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് നോർത്ത് കൊറിയയിലെ വിദ്യാർത്ഥികൾ കഴിക്കുന്ന ഭക്ഷണവും അതായത് ഒരു ഡിക്റ്റേറ്റർഷിപ്പുള്ള ഒരു രാജ്യത്തെ സ്കൂളിലെ കുട്ടികളുടെ ഉച്ചഭക്ഷണവും ഒരു ജനാധിപത്യ രാജ്യത്തെ കുട്ടികളുടെ ഉച്ചഭക്ഷണം എന്ന് പറഞ്ഞ് ധാരാളം ചിത്രങ്ങൾ ഇൻസ്റ്റയിൽ പ്രചരിക്കുന്നുണ്ട്. അതായത് സാമ്പാർ എന്ന് പോലും മനസ്സിലാവാത്ത, അതായത് വെള്ളത്തിൽ എന്തോ ഒരു പൊടി കലക്കി കുട്ടികൾക്ക് കൊടുക്കുകയാണ്. ഇത് അത്ര ദരിദ്രാവസ്ഥയിലാണ് ഇന്ത്യയിലെ പൊതുവിദ്യാലയങ്ങളുടെ അവസ്ഥ. മര്യാദയ്ക്ക് മൂത്രപ്പുരകളില്ല, ശൗചാലയങ്ങളില്ല, ക്ലാസ് മുറികളില്ല, നിലത്തിരുത്തി പഠിപ്പിക്കുന്നു. അപ്പോൾ ഇത് ഒരു വശത്ത് യൂണിയൻ ഗവൺമെൻറ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 12 വർഷമായി ഇന്ത്യ ഭരിക്കുന്ന മോദി ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങൾ വിശ്വഗുരുവാണ്, അതായത് ലോകത്തിന് മാർഗദർശകമായിട്ടുള്ള, ലോകത്തെ പഠിപ്പിക്കുന്ന ടീച്ചറാണ്, വിശ്വഗുരുവാണ്. എന്നിട്ട് വിശ്വഗുരുവിൻ്റെ നാട്ടിൽ കുട്ടികൾ പഠിക്കുന്നതിനാണ് ഒരു ഏകാധിപത്യം ഭരിക്കുന്ന രാജ്യത്തേക്കാൾ മോശമായ അവസ്ഥയിലാണ് ഒരു ജനാധിപത്യ രാജ്യത്ത്. ഇനി പബ്ലിക് സ്പെൻഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ 2.5% ഹെൽത്ത് സെക്ടറിലും സെയിം തന്നെയാണ്. ഹെൽത്ത് സെക്ടറിലും ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കേന്ദ്ര സർക്കാരിൻ്റെ സ്പെൻഡിങ് 2%, 2.5%. എന്നിട്ട് ബാക്കി ഭാരം മുഴുവൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തേണ്ട ഭാരം മുഴുവൻ സംസ്ഥാനങ്ങൾ വഹിക്കുകയും വേണം. അതേസമയം മുകളിൽ നിന്ന് നിങ്ങൾ 3 ഭാഷ പഠിക്കുക, ഒരു വിദേശ ഭാഷ പഠിക്കൂ, ദക്ഷിണേന്ത്യക്കാർ ഹിന്ദി പഠിക്കൂ, ഒരു ഇൻഡിജിനസ് ലാംഗ്വേജ് പഠിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുകളിൽ നിന്നുള്ള തിട്ടൂരവും. ഇതാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥ. ഇനി വിദ്യാഭ്യാസം നേടി പുറത്തു വന്നാലുള്ള അവസ്ഥയോ? ഒരു സ്കൂൾ വിദ്യാഭ്യാസമോ കോളേജ് വിദ്യാഭ്യാസമോ നേരിട്ട് വന്നിട്ട് ഏതെങ്കിലും മത്സര പരീക്ഷ നോക്കിയാൽ അവിടെ പേപ്പർ ലീക്കാവുന്നു. ഇനി പേപ്പർ എഴുതി ജയിച്ചു എന്ന് കരുതുക, കൊടുക്കാൻ ജോലിയില്ല. എത്രയോ ട്രില്യൺ എക്കണോമിയാണ് ഇന്ത്യ, 4ാം സ്ഥാനത്താണ്, ലോകത്തെ സാമ്പത്തിക ശക്തിയിൽ 4ാം സ്ഥാനത്താണ്. യുവാക്കൾക്ക് കൊടുക്കാൻ ജോലിയില്ല, ജോലി കൊടുക്കാനില്ല. അപ്പോൾ അതിന് ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ 2019 പറഞ്ഞതാണ്, ജോലി എന്ന് പറഞ്ഞാൽ സർക്കാർ ജോലി മാത്രമല്ല, പക്കവട ഉണ്ടാക്കുന്നതും ജോലിയാണ്, നിങ്ങളങ്ങനെ സ്വയം സംരംഭകരാകും. ഇത് പറഞ്ഞതാണ് അമിത്ഷാ. പക്കവട ഉണ്ടാക്കുന്ന ഒരു ജോലിയാണ്, നിങ്ങൾ പോയി ചെയ്യുമെന്ന് പറഞ്ഞതാണ് വിദ്യാസമ്പന്നരായ രാജ്യത്തെ യുവാക്കളോട്. അന്ന് അത് പറഞ്ഞുകൊണ്ടിരുന്ന യുവാക്കളല്ല, 2019 അത് കേട്ട യുവാക്കളല്ല 2026. അതാണ് നമ്മൾ ജന്തർ മന്ദറിൽ കണ്ടത്. 2019 രാജ്യത്തെ യുവാക്കളോട് ഈ പറയുന്ന മഹാൻ പറഞ്ഞതാണ്, പക്കവട ഉണ്ടാക്കലും നല്ല ബിസിനസ്സാണ്, നിങ്ങളത് ചെയ്യൂ, അങ്ങനെയുള്ള എൻ്റർപ്രണർഷിപ്പ് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു, ഞങ്ങൾ ലോൺ തരാം, മുദ്രാ ലോൺ തരാം, നിങ്ങൾ പോയിട്ട് തെരുവിൽ പോയി പക്കവട ഉണ്ടാക്കി ജീവിക്കൂ എന്ന് അന്നത്തെ യുവാക്കളോട് പറഞ്ഞു. അത് കേട്ട് നിന്ന യുവാക്കളല്ല ഇന്നത്തെ യുവാക്കൾ, പോയി പണി നോക്കാൻ പറയുകയാണ് അവർ. അപ്പോൾ ഒരേ സമയം തന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സാധനത്തെ രാഷ്ട്രീയമായി ചോദ്യം ചെയ്യുകയാണ് ജന്തർ മന്ദർ പ്രൊട്ടസ്റ്റിലൂടെയും പിന്നീട് CJP നടത്തുന്ന ഈ പറയുന്ന ക്യാമ്പയിനിലൂടെയും. അവർ രാജ്യത്ത് മുഴുവൻ ഇത്തരം സംസ്ഥാനങ്ങളിൽ പോയിട്ട് ഈ വിദ്യാലയങ്ങളുടെ അവസ്ഥ കാണിക്കുന്നു. ഇത് ശരിയാക്കൂ. എന്നിട്ട് എന്താ പറയുന്നത്, നിങ്ങൾക്ക് പൈസയില്ലേ, പൈസയില്ല, PM കെയർ ഫണ്ടിൽ നിന്ന് എടുത്തു. ഞങ്ങൾ ഫണ്ടഡ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണെന്നാണല്ലോ പറയുന്നത്. ഞങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്നത് വേറെ ആരുമല്ല, PM കെയർ ഫണ്ടിൽ നിന്നാണ്. അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തോടെ ഞങ്ങൾക്ക് തരുന്ന കാശ് മനസ്സിലാവും. പിറ്റേ ദിവസം മണ്ടന്മാർ BJPക്കാർ ഇതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവിട്ട് കഴിയുമ്പോൾ അതിലും വലിയ പ്രശ്നം, 8600 കോടി രൂപ PM ഫണ്ടിലുണ്ട്, PM കെയർ ഫണ്ടിലുണ്ട്. അത് ചിലവഴിച്ചത് അതിൻ്റെ 0.01%. എത്ര വർഷമായി PM കെയർ ഫണ്ട് രൂപീകരിച്ചിട്ട്? അപ്പോൾ അതിൽ നിന്ന് 88 ലക്ഷം രൂപ മാത്രമാണ് ചിലവാക്കിയിട്ടുള്ളത്. ഇത്രയും പണം PM കെയർ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും RTIക്ക് പോലും വിധേയമാവാതെ, കണക്ക് പുറത്തുവിടാതെ, CAGയുടെ ഓഡിറ്റിന് പോലും വിധേയമാകാത്ത ഈ ഫണ്ട്, അതിൽ നിന്ന് കേവലം 88 ലക്ഷം രൂപ മാത്രമാണ് ചിലവാക്കിയിട്ടുള്ളത്. എന്തിന് ചിലവാക്കിയെന്നുള്ളത് വേറെ തന്നെ അന്വേഷിക്കണം. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അപ്പോൾ ആ വിഷയം പുറത്തു വന്നപ്പോൾ BJP റൈറ്റ് വിങ് ഹാൻഡിലോട് പറയണം, അത് സ്കൂൾ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല, ഈ പണം എടുത്ത് സ്കൂളുകൾ നന്നാക്കുമെന്നാണ് ഇവർ പറയുന്നത്. അത് സ്കൂളിന് വേണ്ടിയുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് വേണ്ടിയുള്ളതാണ്. കേരളത്തിലൊരു ഡിസാസ്റ്റർ ഉണ്ടായിരുന്നല്ലോ വയനാട്ടിൽ, എത്ര പൈസ തന്നു PM കെയർ ഫണ്ടിൽ നിന്ന്, എവിടെ കൊടുത്ത് ഫണ്ടിൽ നിന്ന്? അപ്പോൾ യുവന്മാർ മൊത്തം തട്ടിപ്പാണ് എന്ന് ലോജിക്കലായി ഡാറ്റ വെച്ച് നാട്ടുകാരെ ബോധ്യപ്പെടുത്തുകയാണ് ഇപ്പോൾ CJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അവർ കൊല്ലും. തല്ലുക മാത്രമല്ല, ബംഗാളിൽ കൊന്നു. പക്ഷെ എത്ര നാളിങ്ങനെ തല്ലും കൊല്ലും മുന്നോട്ട് പോകാൻ കഴിയും? ഈ യുവാക്കൾ തിരിച്ച് ഈ BJP ഗുണ്ടകളെ തിരിച്ച് തല്ലുന്നൊരു കാലം വരും. ഞാൻ പറയാണ്, ഈ BJPയുടെ ഗുണ്ടകളെ ഈ വിദ്യാർത്ഥികൾ തിരിച്ചു തല്ലുന്നൊരു കാലം വരും. അപ്പോഴത്തേക്ക് ഈ സാധനം കൈവിട്ടു പോകും എന്ന് മോദിക്കും അമിത്ഷായ്ക്കും ഇനിയും മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാക്കി കൊടുക്കുക.